ഉദ്ഘാടനം മന്ത്രി ചിഞ്ചുറാണിയും ഫ്ളാഗ് ഓഫ് കർമ്മം കൊടുകുന്നിൽ സുരേഷ് എംപിയും നിർവഹിക്കും. കേരള വിഷൻ ന്യൂസ്, ആലപ്പുഴ. തിരുവനന്തപുരം വിളപ്പിൽ ശാലയിൽ നിയന്ത്രണം വിട്ട കാർ കുരിശടിയുടെ മതിൽ തകർത്ത് തൊട്ടടുത്ത വീട്ടിൽ പാർക്ക് ചെയ്തിരുന്ന കാറിലിടിച്ച് അപകടം. ഡ്രൈവർ ഉറങ്ങിപ്പോയതാണ് അപകടത്തിനിടയാക്കിയത്. ലോക വയോജന ദിനത്തോടനുബന്ധിച്ച് തിരുവനന്തപുരം നെടുമങ്ങാട് ജനമൈത്രി പോലീസും വെങ്കോട് SUTയും സംയുക്തമായി വൃദ്ധസദനങ്ങളിൽ മെഡിക്കൽ ക്യാമ്പ് സംഘടിപ്പിച്ചു. മെഡിക്കൽ ക്യാമ്പ് തിരുവനന്തപുരം റൂറൽ SP കിരൺ നാരായണൻ IPS ഉദ്ഘാടനം ചെയ്തു. തിരുവനന്തപുരം ആര്യനാട് പിതാവിനെ തലക്കടിച്ചു കൊലപ്പെടുത്തിയ കേസിൽ ജാമ്യത്തിലിറങ്ങി മുങ്ങി നടന്ന മകൻ അറസ്റ്റിൽ. ഉഴമലക്കൽ സ്വദേശി സജീറിനെയാണ് ആര്യനാട് പോലീസ് അറസ്റ്റ് ചെയ്തത്. കോടതിയിൽ ഹാജരാക്കിയ പ്രതിയെ റിമാൻഡ് ചെയ്തു. 13 വയസ്സുകാരിയെ പീഡിപ്പിച്ച കേസിൽ ഓട്ടോ ഡ്രൈവർ അറസ്റ്റിൽ. തിരുവനന്തപുരം കല്ലിയൂർ സ്വദേശി വിജയകുമാറാണ് അറസ്റ്റിലായത്. പെൺകുട്ടിയുടെ അമ്മയുമായി പ്രതിക്കുണ്ടായിരുന്ന പരിചയം മുതലെടുത്ത് പെൺകുട്ടിയുമായി സൗഹൃദം സ്ഥാപിക്കുകയും വീട്ടിൽ ആരുമില്ലാതിരുന്ന സമയത്ത് പെൺകുട്ടിയെ ഉപദ്രവിക്കുകയായിരുന്നു. ലോക വയോജന ദിനത്തോടനുബന്ധിച്ച് ആലപ്പുഴ മാന്നാർ കുരട്ടിക്കാട് ശ്രീ ഭുവനേശ്വരി ഹയർ സെക്കൻഡറി സ്കൂളിലെ NSS വോളണ്ടിയേഴ്സ് 102 വയസ്സായ വയോധികയെ ആദരിച്ചു. മാന്നാർ കുട്ടൻപേരൂർ ജിതിൻ നിവാസിൽ തങ്കമ്മയെ ആണ് NSS വോളണ്ടിയേഴ്സ് ആദരിച്ചത്. കർഷക തൊഴിലാളിയായിരുന്ന തങ്കമ്മ പഴയകാല ഓർമ്മകൾ കുട്ടികളുമായി പങ്കുവച്ചു. നെടുമങ്ങാട് നഗരസഭ വയോമിത്രം വയോ ക്ലബ്ബുകളുടെ നേതൃത്വത്തിൽ വയോജന ദിനം ആഘോഷിച്ചു. വിവിധ വയോ ക്ലബ്ബുകളിൽ നിന്നും 150ഓളം വയോജനങ്ങൾ പങ്കെടുത്ത പരിപാടി നഗരസഭാ ചെയർപേഴ്സൺ CS ശ്രീജ ഉദ്ഘാടനം ചെയ്തു. Hold on. Everything is possible here. കാരണം എല്ലാ മിനിറ്റിലും ലോകം ഡിജിറ്റലി വളരുകയാണ്. അതുകൊണ്ട് തന്നെ